നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഗെയിമിലാണെങ്കിലോ മറ്റാരോ നിർമ്മിച്ച ഒരു ഗെയിം വേൾഡ് ആണെങ്കിലോ നമ്മൾ ഈ കാണുന്ന ഓരോന്നും അങ്ങനെ ഒരു സങ്കല്പം കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ആ ലോകത്ത് ഒരു ചെറിയ ബഗ് അല്ലെങ്കിൽ ഒരു ഗ്ലിച്ച് സംഭവിച്ച് നമ്മൾ ചാരി നിൽക്കുന്ന ചുവരിനുള്ളിലൂടെ മറ്റൊരു ലോകത്തേക്ക് ചെന്ന് വീഴുകയാണ് എങ്കിലും ചെന്നെത്തുന്നത് ഒരു വലിയ കെണിയിലേക്കായിരിക്കും. ജനലുകൾ പോലുമില്ലാത്ത, കാണാൻ ഒരുപോലെ എന്ന് തോന്നുന്ന ഒരുപാട് മഞ്ഞമുറികൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക്, അസഹനീയമായ ശബ്ദത്തോടെ മിന്നിത്തെളിയുന്ന ലൈറ്റുകൾ. അവിടെ നിന്നും ഒന്നുകൂടി രക്ഷപ്പെടാനുള്ള വഴി പോലും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കാലുടെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. ഒന്ന് കാതോർത്താൽ നമ്മെ ആക്രമിക്കാൻ നമുക്ക് പിന്നാലെ വരുന്ന ആ ജീവിയുടെ കാലുടെ ശബ്ദവും നമുക്ക് കേൾക്കാം. ഇതാണ് ബാക്ക് റൂംസ് എന്ന കോൺസെപ്റ്റ്. ഇൻ്റർനെറ്റിനെ ഭീതിയിലാഴ്ത്തിയ ഒരു വലിയ അർബൻ ലെജൻഡ്. ഇത് വെറും കഥയല്ല എന്നും ഇത് മനുഷ്യൻ്റെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പലരും പറയുന്നു അത് അവരുടെ സ്വപ്നത്തിൽ കടന്നുപോയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്ക് സ്വപ്നത്തിൽ അവർ ചെന്നെത്തിയിട്ടുണ്ട് എന്ന്. മറ്റു ചിലർ പറയുന്നു ഇതുപോലൊരു സ്ഥലത്ത് യഥാർത്ഥ ജീവിതത്തിൽ അവർ പെട്ടുപോയിട്ടുണ്ട് എന്നും. ഇപ്പോഴിതാ അത്തരം ഭയങ്ങളെ ആസ്പദമാക്കിയ ഒരു ഹൊറർ സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ വന്നെത്തിയിട്ടുണ്ട്. സിനിമകൾ വരും പോവും, ചിലത് തിയേറ്ററിൽ തന്നെ കാണണം. അത്തരത്തിൽ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് ബാക്ക് റൂംസ്. ഈ പ്രേതത്തെയും ഭൂതത്തെയും കാണാൻ ഭയക്കുന്ന, അല്ലെങ്കിൽ അവറ്റകളെ കാണാൻ തന്നെ താല്പര്യമില്ലാത്ത ഒരു കൂട്ടത്തിൽ പെടുന്നയാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയായിരിക്കും ബാക്ക് റൂംസ്. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെ, മാർക്ക് ദ വേർഡ്, ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല. പക്ഷേ ഏകാന്തത എന്ന് പറയുന്ന അവസ്ഥ, അത് അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ഭയപ്പെടുത്തുമെന്നത് ഈ സിനിമ തരുന്ന 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. ബാക്ക് റൂംസ് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ വർക്കായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അതിൻ്റെ കോർ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷമാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നത് എങ്കിൽ ആ സിനിമ നിങ്ങൾക്ക് തരുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. അങ്ങനെ വെറുമൊരു സിനിമാ കഥ പറയുന്നത് പോലെ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല ബാക്ക് റൂംസ്. അതിൻ്റെ തുടക്കം എവിടെയാണ്, അതെങ്ങനെയാണ് പ്രചാരത്തിൽ വന്നത്, ഈ സിനിമയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, യഥാർത്ഥത്തിൽ ബാക്ക് റൂംസ് അനുഭവിച്ചവർ പറഞ്ഞത് സിനിമയേക്കാൾ ഭീകരമായ ചില അനുഭവങ്ങളാണ്. അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ബാക്ക് റൂംസ് എന്നത് ആരോ ഇൻ്റർനെറ്റിൽ എഴുതി വെച്ച ഒരു ഹൊറർ സ്റ്റോറി കോൺസെപ്റ്റ് അല്ല. അതിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായൊരു ബന്ധമുണ്ട് എന്നാണ് പല വിദഗ്ധരും വിശദീകരിക്കുന്നത്. നമ്മളെല്ലാം സുഹൃത്തുക്കളോടൊപ്പം ആർത്തുല്ലസിച്ച് വളർന്ന നമ്മുടെ സ്കൂൾ പെട്ടെന്ന് വിജനമായി കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നാറില്ലേ? അതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽ കോറിഡോറുകൾ, തെരുവുകൾ, മാളുകൾ, ഇവയെല്ലാം വിജനമായി കാണുമ്പോൾ നമുക്കറിയാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാറില്ലേ? ഇവിടെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്, ലിമിനൽ സ്പേസ്. ലിമിനൽ എന്ന വാക്കിൻ്റെ അർത്ഥം അതിര്, അല്ലെങ്കിൽ 2 അവസ്ഥകൾക്കിടയിലുള്ള ഇടം എന്നാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടനാഴി എന്നൊക്കെ വേണമെങ്കിൽ ലിമിനൽ സ്പേസ് എന്ന വാക്കിനെ നമുക്ക് വിശദീകരിക്കാം. എപ്പോഴും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മാളോ സ്കൂളോ പൂർണ്ണമായും വിജനമായി കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്നൊരു അസ്വാഭാവികമായ അവസ്ഥയുണ്ട്. അതൊരു തരം ഭയമാണ്. അത്തരം സ്ഥലങ്ങളിൽ, അതായത് അത്തരം ലിമിനൽ സ്പേസുകളിൽ നമ്മൾ ഒറ്റയ്ക്ക് പെട്ടുപോയാൽ നമ്മൾ എവിടെയോ കുടുങ്ങിപ്പോയതായും ആ അവസ്ഥയ്ക്ക് അവസാനമില്ലാത്തതായും തോന്നും. ബാക്ക് റൂംസ് കോൺസെപ്റ്റ് പൂർണ്ണമായും വർക്ക് ചെയ്യുന്നത് ഇതിലാണ്. ഒരിക്കലും അവസാനിക്കാത്ത, ജനലുകളില്ലാത്ത ഓഫീസ് കോറിഡോറുകളാണ് ബാക്ക് റൂംസിലുള്ളത്. നമുക്ക് പരിചയമുള്ള ഏതോ ഒരിടം പോലെ ഫെമിലിയറായി തോന്നാം, പക്ഷേ അവിടെ ഒരാളുമില്ല താനും.
ഈ രണ്ട് വികാരങ്ങളും ഒരുമിച്ച് വരുമ്പോൾ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ ഒരു വല്ലാത്ത അവസ്ഥയും ഭീതിയും ജനിക്കും. അതിനെയാണ് ലിമിനൽ സ്പേസ് ഫിയർ അഥവാ ലിമിനോഫോബിയ അല്ലെങ്കിൽ കീനോഫോബിയ എന്ന് പറയുന്നത്. ബാക്ക് റൂംസ് എന്ന സങ്കല്പം നിലനിൽക്കുന്നത് തന്നെ ഇത്തരം ഭയങ്ങളിലാണ്. അതായത് സ്ഥിരമായി നമ്മൾ ഒരുപാട് പേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലം വിജനമായി കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരുതരം അകാരണമായ ഭയമാണ് കീനോഫോബിയ. എനിക്കങ്ങനെയൊന്നും തോന്നില്ല, ഞാനൊരു വലിയ ധൈര്യശാലിയാണ് എന്നാണോ ചിന്തിക്കുന്നത്? എന്നാൽ ഈ ഭയം എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ ബ്രെയിൻ നമുക്ക് ചുറ്റുമുള്ള ഓരോ സ്ഥലങ്ങളെയും ഓരോ ചിന്തകളുമായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, മാൾ എന്നാൽ ആളുകൾ, ബഹളം. റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ട്രെയിൻ, യാത്രക്കാർ. എന്നാൽ ഈ സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യരെ പൂർണ്ണമായും തുടച്ചു മാറ്റുമ്പോൾ ബ്രെയിനിന് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ എന്തോ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ബ്രെയിൻ സിഗ്നൽ തരും. അതുകൊണ്ട് തന്നെയാണ് ബാക്ക് റൂംസ് എന്ന സങ്കല്പം ഇത്രയും ചർച്ചയാവാനുള്ള കാരണവും. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ സ്വപ്നത്തിൽ ഈ മഞ്ഞ മുറികൾ കണ്ടിട്ടുണ്ട് എന്നാണ്, ഞാനവിടെ പെട്ടുപോയിട്ടുണ്ട് എന്നും. സ്വാഭാവികമായും ചിന്തിക്കാം, എന്തുകൊണ്ട് മഞ്ഞ മുറികൾ? ഒരു ഇരുണ്ട മുറിയാണ് എങ്കിൽ നമുക്ക് ഭയപ്പെടാൻ ഒരു കാരണമെങ്കിലും ഉണ്ടാവും എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, ഈ മഞ്ഞ നിറം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറമാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന നിറം ആ മഞ്ഞയല്ല. ഇതിനെ സ്റ്റിക്കി യെല്ലോ എന്നാണ് പറയുന്നത്, ചീഞ്ഞ മഞ്ഞ നിറം. ഈ നിറത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലേക്ക് അഴുക്ക്, പഴയ എന്ന് പറയുന്ന ചിന്തകൾ കൊണ്ടുവരും. അതായത് ഒരു ഇരുണ്ട മുറിയിൽ ഒരാൾ അകപ്പെട്ടു പോയാൽ അതിനേക്കാൾ കൂടുതൽ വലിയ മാനസിക സമ്മർദ്ദം അയാൾ ഒരു സ്റ്റിക്കി യെല്ലോ മുറിയിൽ പെട്ടുപോയാൽ ഉണ്ടാവുമെന്ന് പഠനങ്ങൾ പറയുന്നു. ബാക്ക് റൂംസ് എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കെ ഒരു മൊമെന്റിൽ നിങ്ങൾ ചിന്തിക്കാം, ഈ വിജനമായ മഞ്ഞമുറികൾ കാണുമ്പോൾ ഇയാൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത് എന്ന്. അതിനർത്ഥം നിങ്ങൾക്ക് ബാക്ക് റൂംസ് എന്ന കോൺസെപ്റ്റ് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ടേം ഉണ്ട്, നോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ടേം. പ്രത്യേകിച്ചും ഈ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ GTA പോലുള്ള ഗെയിമുകൾ കളിക്കുന്നവർക്കറിയാം എന്താണ് ഈ ക്ലിപ്പിംഗ്, എന്താണ് ഈ നോ ക്ലിപ്പ് എന്ന്. അതായത് ഈ ഗെയിമിൽ ഒരു കഥാപാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അയാൾക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. അതൊക്കെ പ്രോഗ്രാമിങ്ങിലാണ് തീരുമാനിക്കുന്നത്. അതായത് ഒരു മരത്തിനുള്ളിലൂടെ കഥാപാത്രം സഞ്ചരിക്കില്ല, ഒരു വാഹനത്തിനുള്ളിലൂടെ സഞ്ചരിക്കില്ല, ഒരു ചുവരിനുള്ളിലൂടെ സഞ്ചരിക്കില്ല. ഇവിടെയെല്ലാം ക്ലിപ്പിംഗ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതാണ് പ്രോഗ്രാമർ തീരുമാനിക്കുന്ന ലിമിറ്റ്. എന്നാൽ ഗെയിമുകളിൽ ചീറ്റ് കോഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്ലിച്ച് കാരണമോ അല്ലെങ്കിൽ ബഗ്ഗുകൾ കാരണമോ ക്ലിപ്പിംഗ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നോ ക്ലിപ്പ് എന്ന അവസ്ഥയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ കേന്ദ്ര കഥാപാത്രത്തിന് ഭിത്തിക്കുള്ളിലൂടെയോ വാഹനത്തിനുള്ളിലൂടെയോ മരത്തിനുള്ളിലൂടെയോ എല്ലാം സഞ്ചരിക്കാൻ സാധിക്കും. അതായത് ആ സമയത്ത് ആ കഥാപാത്രത്തിന് ഫിസിക്സിൻ്റെ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല. ഇത് ഗെയിമിൽ മാത്രമല്ല സംഭവിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെ നോ ക്ലിപ്പിലൂടെ, ഭിത്തിക്കുള്ളിലൂടെ, ഒരു പുകയിലൂടെ എന്നതുപോലെ മറ്റൊരു ലോകത്തേക്ക് പലർക്കും ചെന്നെത്താൻ സാധിച്ചതായി പറയുന്നു. അങ്ങനെ ചെന്നെത്തപ്പെടുന്ന ആ മറ്റൊരു ലോകമാണ് ബാക്ക് റൂംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പലരുടെയും അനുഭവത്തിൽ നോ ക്ലിപ്പ് ചെയ്യപ്പെട്ട ഭിത്തിയിലൂടെ വഴുതി വീഴുന്ന ഒരാൾ ആദ്യം ചെന്നെത്തുന്ന സ്ഥലത്തെ ലോബി എന്നാണ് വിളിക്കുന്നത്. അവിടെ ചെല്ലുന്ന ഒരാൾ കാണുന്നത് ജനലുകളില്ലാത്ത, വാതിലുകളില്ലാത്ത, ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെയുള്ള മഞ്ഞ മുറികളാണ്. അതിൻ്റെ നിലം നനുത്ത, തണുപ്പുള്ള, പായൽ പിടിച്ച വിചിത്രമായ കാർപ്പറ്റും അതിൻ്റെ ചുവരിൽ നരച്ച മഞ്ഞ നിറത്തിലുള്ള വാൾപേപ്പറുകൾ പതിച്ചിട്ടുണ്ടാവും. അവിടെ തലച്ചോറിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ അസഹനീയമായ ഫ്ലിക്കർ ശബ്ദത്തോടെ കത്തുന്ന ഫ്ലൂറസൻ ലൈറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഇത് ലക്ഷക്കണക്കിന് സ്ക്വയർ മൈലുകൾ പരന്നു കിടക്കുന്ന ഒരു അനന്തമായ സ്ഥലമാണ്. ഇവിടെ മറ്റൊരു മനുഷ്യനെ കാണാനുള്ള സാധ്യത പൂജ്യമാണ്.
ഇവിടെ എൻറ്റിറ്റികൾ വളരെ കുറവാണ്, പക്ഷേ ഇവിടുത്തെ നിശബ്ദതയും വഴിതെറ്റലും മനുഷ്യനെ മാനസികമായി തകർക്കും. ഇവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാനോ തിരികെ പോകാനോ വീണ്ടും എവിടെയെങ്കിലും ഒരു നോ ക്ലിപ്പ് കണ്ടെത്തുകയേ വഴിയുള്ളൂ. ബാക്ക് റൂംസിനെ ലെവലുകളായാണ് തരംതിരിച്ചിട്ടുള്ളത്. ആദ്യം ചെന്നെത്തുന്ന ലെവൽ 0-ൽ നിന്നും രക്ഷപ്പെട്ടാൽ ചെന്നെത്തുന്ന സ്ഥലം ലെവൽ 1 ആണ്. അതിനെ കാഴ്ചയിൽ ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് പോലെ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വെയർഹൗസ് പോലെയാണ് തോന്നുക എന്ന് പലരും വിശദീകരിക്കുന്നുണ്ട്. അവിടെ ചുവരുകളിൽ വലിയ വലിയ പൈപ്പുകൾ പതിച്ചിട്ടുണ്ടാകും, നിലത്ത് വെള്ളക്കെട്ടുകളും കാണാം. ഈ ലെവലിൻ്റെ ഏറ്റവും വലിയ വിചിത്രത എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റുകളാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇവിടുത്തെ ലൈറ്റുകൾ പെട്ടെന്ന് പൂർണ്ണമായും അണഞ്ഞു പോകും. മിനിറ്റുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഈ ഇരുട്ട് നീണ്ടു നിൽക്കാം. ലൈറ്റുകൾ അണയുമ്പോഴാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഇരുട്ടിൽ വിചിത്രമായ ജീവികൾ പുറത്തു വരും. ഹോണ്ടേഴ്സ്, സ്കിൻ സ്റ്റീലേഴ്സ് തുടങ്ങിയ ജീവികൾ നമ്മെ വേട്ടയാടാൻ തുടങ്ങും. ലെവൽ 2 ബാക്ക് റൂംസിൽ തന്നെ ഏറ്റവും ഭീകരത നിറഞ്ഞ സ്ഥലമായിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത്. ഒരു വലിയ ഇൻഡസ്ട്രിയൽ പ്ലോട്ട്. അവിടെ ഭീമാകാരമായ ചില പൈപ്പുകൾ ചുവരിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തിളച്ചു മറയുന്ന പുക പാറുന്ന കെമിക്കലുകൾ പതിക്കുന്നതും നമുക്ക് കാണാം. പൈപ്പുകളിൽ നിന്നുള്ള സ്റ്റീമിൻ്റെ ഭയങ്കരമായ ശബ്ദം കാരണം സ്വന്തം ശബ്ദം പോലും ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇവിടുത്തെ ചൂട് അസഹനീയമാണ്. ഇവിടുത്തെ ജീവികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇടുങ്ങിയ വഴികളായതുകൊണ്ട് തന്നെ ഒരു ജീവി മുന്നിൽ വന്നാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. അപ്പോഴുണ്ടാകുന്ന ഭയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പൈപ്പുകളിൽ നിന്നും ലീക്കാവുന്ന തിളച്ച ദ്രാവകങ്ങളും ഇവിടുത്തെ വിഷവാതകങ്ങളും നമ്മെ നിമിഷങ്ങൾക്കകം കൊല്ലാൻ ശേഷിയുള്ളതാണ്. ലെവൽ 3 ബാക്ക് റൂംസിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ മേഖല. ഇതിനെ ഒരു പവർ പ്ലാന്റ് ബേസ് ആയിട്ടാണ് പലരും വിശദീകരിച്ചിട്ടുള്ളത്. വലിയ വലിയ മെഷീനറികളും കേബിളുകളും കമ്പ്യൂട്ടർ മോണിറ്ററുകളും എല്ലാം അതിൽ പലയിടങ്ങളിലുമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെയുള്ള ഇടുങ്ങിയ ഇടനാഴിയാണ് പലരെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുള്ളത്. അതിഭയങ്കരമായ കാതടപ്പിക്കുന്ന മെഷീനുകളുടെ ശബ്ദമാണ് ലെവൽ 3-ൽ എന്നാണ് പലരും വിശദീകരിക്കുന്നത്. ബാക്ക് റൂംസിലെ തന്നെ അപകടകാരികളായ പല ജീവികളും ഈ ലെവലിലാണ് താമസിക്കുന്നത് എന്നും അവർ പറയുന്നു. അതിൽ തന്നെ പലരും പറയുന്നൊരു പേര് സ്മൈലേഴ്സ് എന്നാണ്. അതായത് ഇരുട്ടത്ത് തിളങ്ങുന്ന പല്ലുകൾ മാത്രം കാണിച്ച് പ്രത്യക്ഷപ്പെടുന്ന പലരുടെയും പേടി സ്വപ്നമായ ജീവി. ഇത് ആരെങ്കിലും കണ്ട സ്വപ്നമാണോ, അതോ ഏതെങ്കിലും വീഡിയോ ഗെയിമിൻ്റെ തീമോ? സ്വാഭാവികമായും ആർക്കും അങ്ങനെ ചിന്തിക്കാം. ഏതൊരു കോൺസെപ്റ്റിനെയും പോലെ ഇതിനും ഒരു തുടക്കമുണ്ട്. 2019 മെയ് 12-നാണ് ബാക്ക് റൂംസ് എന്ന സാമ്രാജ്യം ആരംഭിക്കുന്നത്. അതും ഇന്റർനെറ്റിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ഫോറമായ 4chan. അവിടെയാണ് കളി ആരംഭിക്കുന്നത്. 4chan അന്നൊരു ത്രെഡ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ അസ്വസ്ഥതയോ പേടിയോ തോന്നുന്ന വിചിത്രമായ ചിത്രങ്ങൾ ഇതിന് താഴെ പോസ്റ്റ് ചെയ്യും. അതിലേക്ക് ആരോ ഒരു ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. വിൻഡോകളോ ഫർണിച്ചറുകളോ ഇല്ലാത്ത മഞ്ഞച്ച വാൾപേപ്പറും കാർപ്പറ്റും മാത്രമുള്ള ഫ്ലൂറസൻ ലൈറ്റുകൾ കത്തുന്ന ഒരു ശൂന്യമായ മുറിയുടെ ഫോട്ടോ. പ്രചാരത്തിലില്ലാത്തൊരു കാലമായിരുന്നു അത് എന്നോർക്കണം. ആ ചിത്രം കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു വല്ലാത്ത ഒറ്റപ്പെടലും ഭയവും പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ആ ചിത്രത്തിൻ്റെ ഹിസ്റ്ററി തപ്പിപ്പോയപ്പോഴാണ് 2003-ൽ കാലിഫോർണിയയിലെ ഒരു പഴയ ഫർണിച്ചർ ഷോപ്പ് ഒഴിഞ്ഞപ്പോൾ എടുത്ത യഥാർത്ഥ ചിത്രമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഫോട്ടോ കണ്ട് പേടിച്ച ഒരു അനോണിമസ് യൂസർ ആ ചിത്രത്തിന് താഴെ ഒരു കമൻ്റ് ഇട്ടു. ബാക്ക് റൂംസിൻ്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചത് ആ വരികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ യഥാർത്ഥ ലോകത്തിലെ ഭിത്തിക്കുള്ളിലൂടെ നിങ്ങൾ ഇവിടേക്ക് വീണുപോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ചെന്നെത്തുന്നത് ബാക്ക് റൂംസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മഞ്ഞ നരകത്തിലായിരിക്കും. ചുറ്റും മഞ്ഞച്ച വാൾപേപ്പറുകളുടെ നാറ്റവും ഫ്ലൂറസൻ ലൈറ്റുകളുടെ ഭ്രാന്തി പിടിപ്പിക്കുന്ന മൂടലും ഒരുപോലെയുള്ള മഞ്ഞ മുറികളും മാത്രമേ അവിടെയുള്ളൂ എന്ന് കരുതരുത്. അവിടെ മറ്റെന്തോ ജീവി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ ഉറപ്പിച്ചോളൂ, അത് നിങ്ങളെ കണ്ടു കഴിഞ്ഞു. അന്നു മുതൽ ബാക്ക് റൂംസ് പലരുടെയും വിഷയമായി മാറി. ബാക്ക് റൂംസിനെ കുറിച്ചുള്ള കഥകൾ പലരും ഇന്റർനെറ്റിൽ എഴുതിയിടാൻ തുടങ്ങി.
ക്രീപ്പി പാസ്തയിലും റെഡിറ്റിലും മറ്റും ബാക്ക് റൂംസിന് വേണ്ടിയുള്ള കമ്മ്യൂണിറ്റികൾ വരെ ആരംഭിച്ചു. ആരോ ഒരാൾ പോസ്റ്റ് ചെയ്തൊരു ചിത്രവും അതിന് താഴെ ഏതോ ഒരാൾ കമൻ്റ് ചെയ്ത് ഒരു കമൻറ്റും ചേർന്ന് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു വലിയ അർബൻ ലെജൻഡ് സൃഷ്ടിക്കപ്പെട്ടു. ബാക്ക് റൂംസിനെ കുറിച്ച് പലരും ഇന്റർനെറ്റിൽ കഥകൾ എഴുതിയിട്ടിരുന്നുവെങ്കിലും അതിനൊരു വിഷ്വൽ ഫേസ് നൽകിയിരുന്നത് കെയ്ൻ പാഴ്സൺസ് എന്ന് പറയുന്ന ഒരു 16 വയസ്സുകാരനാണ്. കെയ്ൻ പിക്സൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം വിഷ്വൽ എഫക്ട്സിലൂടെ ബാക്ക് റൂംസിന് ഒരു മുഖം നൽകിയിരുന്നത്. ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തൻ്റെ ബെഡ്റൂമിലിരുന്നാണ് അദ്ദേഹം ബാക്ക് റൂംസിൻ്റെ ഒരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത്. 2022 ജനുവരിയിൽ കെയ്ൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്തു. ദ ബാക്ക് റൂംസ് ഫൗണ്ട് ഫുട്ടേജ്. 1990കളിലെ ഒരു പഴയ കൺസ്യൂമർ ക്യാമറയിൽ, അതായത് ഒരു VHS ടേപ്പ് മോഡിൽ യാദൃശികമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ പോലെയായിരുന്നു അത്. വെറും ഒരു ആനിമേഷൻ ആണ് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും റിയലിസ്റ്റിക് ആയിരുന്നു ആ വീഡിയോ. ഒരു വീഡിയോ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 100 മില്യണിലധികം വ്യൂസ് ആ 16-കാരൻ്റെ വീഡിയോയ്ക്ക് ലഭിക്കുന്നു. പിന്നീട് അത് ചരിത്രമായി മാറി. ആ വൈറൽ വീഡിയോ ചെന്നെത്തിയത് പല വമ്പന്മാരുടെയും മുമ്പിലേക്കായിരുന്നു. അതിലൊരു വമ്പനായിരുന്നു ഹോളിവുഡിലെ പ്രൊഡക്ഷൻ കമ്പനിയായ A24. അവർക്ക് ആ കോൺസെപ്റ്റിൽ ഒരു സിനിമ ചെയ്യണമെന്ന് അതിയായ താല്പര്യമുണ്ടായിരുന്നു. അവരോടൊപ്പം കൈകോർത്തത് ഹോളിവുഡ് സിനിമയിലെ ഏറ്റവും പ്രശസ്ത ഹൊറർ സിനിമ സംവിധായകനായ ജെയിംസ് വാനും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ആറ്റോമിക് മോൺസ്റ്ററും. സാധാരണ ഇങ്ങനൊരു കോൺസെപ്റ്റ് കിട്ടിയാൽ ഒരു വലിയ ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനി എന്ത് ചെയ്യും? ഒരു വലിയ ഹോളിവുഡ് സംവിധായകനെ കൊണ്ട് ആ സിനിമ സംവിധാനം ചെയ്യിപ്പിക്കും. എന്നാൽ ഇവിടെ A24 ചെയ്തത് ആ കോൺസെപ്റ്റിൻ്റെ സൃഷ്ടാവായ 16 വയസ്സുകാരനെ കൊണ്ട് തന്നെ ആ സിനിമ സംവിധാനം ചെയ്യിച്ചു. അവൻ്റെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് അവധിക്കാലത്താണ് അവൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടത്തുന്നതും. ഇത്രയും മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ബാക്ക് റൂംസ് എന്ന സിനിമ കാണാൻ പോകാൻ. അങ്ങനെയെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ സാധിക്കും. ആ സിനിമ കാണാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഈ വീഡിയോ ചെന്നെത്തിക്കുക. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.